പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് പറഞ്ഞു. അകാലിദൾ എൻ.ഡി.എയിലേക്ക് മടങ്ങിയെത്തിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് പ്രതികരണം. അടിമുത്തിടെ ശിരോമണി അകാലിദൾ അധ്യക്ഷൻ സുഖ്ബീർ ബാദൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആർ രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. മനസ്സിലാക്കിയെടുത്തോളം ഈ ബി.ജെ.പി. പഞ്ചാബിൽ ഇതിനകം തന്നെ സോണൽ യോഗങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടല്ലേ? അതേസമയത്ത് യോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. യോഗങ്ങൾക്കായാണ് ബി.എൽ. സന്തോഷ് അവിടെ എത്തുകയും ചെയ്തത്, സംഘടനാ ജനറൽ സെക്രട്ടറി. അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത്. ഒറ്റയ്ക്ക് മത്സരിക്കും, 117 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് ഇപ്പോൾ ബി.എൽ. സന്തോഷ് പറഞ്ഞിരുന്നത്. നേരത്തെ സംസ്ഥാന അധ്യക്ഷനും സമാനമായ പ്രതികരണം നടത്തിയിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിരുന്നു അകാലിദൾ എൻ.ഡി.എ ക്യാമ്പിലേക്ക് മടങ്ങിയെത്തുമെന്ന്. കാരണം എൻ.ഡി.എയുടെ തുടക്കം മുതലുള്ള സഖ്യകക്ഷിയായിരുന്നു ശിരോമണി അകാലിദൾ. പക്ഷേ കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പിന്നീട് 2020-21 കാലയളവിൽ അകാലിദൾ സഖ്യം വിട്ടുപോയത്. ഈ പാർട്ടി വിട്ടുപോയതിനു ശേഷം അകാലിദളിനും ഒപ്പം തന്നെ ബി.ജെ.പിക്കും അവിടെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അധികാരത്തിൽ മടങ്ങിയെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ശിരോമണി അകാലിദളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമുണ്ടായി. അവർ 3 സീറ്റിലേക്ക് ഒതുങ്ങി. ബി.ജെ.പിക്ക് 2 സീറ്റിലാണ് വിജയിക്കാൻ സാധിച്ചത്. മാത്രവുമല്ല, ഇപ്പോൾ അടുത്തിടെ സുഖ്ബീർ ബാദൽ നടത്തിയ പ്രതികരണങ്ങളൊക്കെ തന്നെ എൻ.ഡി.എയിലേക്ക് മടങ്ങിയെത്തും എന്നതിന്റെ സൂചനയായിരുന്നു. പ്രത്യേകിച്ച് മണ്ഡല പുനർനിർണയത്തെ പിന്തുണയ്ക്കും, വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കും തുടങ്ങി കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളൊക്കെ തന്നെ സജീവമായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഏതായാലും ബി.എൽ. സന്തോഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. 117 സീറ്റിലും പാർട്ടി സ്ഥാനാർത്ഥികൾ, പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ബി.എൽ. സന്തോഷ് നടത്തിയിട്ടുള്ളത്.